പ്രിയദർശൻ സാറിന്റെ കൂടെ ഒക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെ. അത് അദ്ദേഹത്തെ കാണാൻ പോലും കിട്ടാത്ത സമയങ്ങളാണ് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം, പുള്ളിയിലേക്ക് പോയതും അതുപോലെ പുള്ളിയുടെ ഒരു പെറ്റായി മാറിയതൊക്കെ. ഞാൻ ഗീതാഞ്ജലി സിനിമ നടക്കുന്ന സമയത്താണ് സാറിനെ ഫസ്റ്റ് കാണുന്നത്, പരിചയപ്പെടുന്നത്. അതിനുശേഷമുള്ള ഈ കഴിഞ്ഞ പടം വരെ സാറിന്റെ കൂടെ അതുപോലെ ഫ്രീ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ ലാസ്റ്റ് മൂവി വരെ, കൊറോണ പേപ്പർ വരെയുള്ള പടങ്ങൾ ചെയ്യാൻ പറ്റിയ. കഴിഞ്ഞ സാറിനെ കണ്ടിരുന്നു. എവിടെ വെച്ചാണ് വരുമ്പോ വിളിക്കുവോ, ട്രിവാൻഡ്രത്ത് വരുമ്പോ വിളിക്കുവോ? അല്ല, സാറ് അറിയും, ആ ഒരു സർക്കിളിലാണ്. അറിയാലോ, നമ്മുടെ വീട്ടിലെ അങ്ങനത്തെ പോലെയാണ്. വരുമ്പോ അറിയും, കാണും, സംസാരിക്കും. പിന്നെ അറിയാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അങ്ങനെ ഈ പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ ഇഷ്ടംപോലെ സിനിമയെ കുറിച്ച് കോൺട്രവേഴ്സി ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. അത് പക്ഷെ സിനിമയെ ബാധിക്കില്ല. അതായത് നിങ്ങളെപ്പോലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കില്ല. സിനിമയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പൊ കുറെ പടം പിന്നെ ഇത് ഒരു ചില്ലറയല്ലല്ലോ, ഇത് ഒരുപാട് പേര് ജീവിച്ചു പോകണേ, ഒരുപാട് പേര് ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഓരോ കോൺട്രവേഴ്സി വരുമ്പോൾ സാധാരണ ഈ ഫോട്ടോഗ്രാഫേഴ്സിനെതിരെയാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ ആ ഫോട്ടോ എടുക്കാൻ വിളിച്ചുകൊണ്ട് വന്ന ലേഡി എടുത്ത് മോശമായിട്ട് പെരുമാറാൻ മിസ്യൂസ് ചെയ്യുന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, നിന്നെ നടന്നിട്ടുള്ളതുകൊണ്ട് അത് തെളിവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നേരെ തിരിച്ചത് സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിലൊരു കാര്യമുണ്ട്, ഈ ആണും പെണ്ണുള്ളടത്തെല്ലാം പ്രശ്നമാണ്. അതെ, ആരാടാ പ്രശ്നം? ഈ രണ്ടുപേരിലും പ്രശ്നമുണ്ടെന്നേ, രണ്ട് സൈഡിലും പ്രശ്നം. അല്ല ഒരു സൈഡിൽ മാത്രമേ ഇങ്ങനെ പ്രശ്നമാണ്, ഒരിക്കലും ഇല്ല. ഞാൻ പറയാം, ഇപ്പം ഒരു രണ്ട് കൈയടിച്ചല്ലേ സൗണ്ട് കേൾക്കുള്ളൂ, ഇങ്ങനെ കേൾക്കില്ല. അതെ, ഇങ്ങനെ കേൾക്കില്ല. അതെ, രണ്ടുപേരുടെ ഭാഗത്തും പുള്ളിക്കാരന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഡിപ്ലോമാറ്റിക്കായിട്ട് ആൻസറും വായെന്ന് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതവിടെ കളയാം. അറിയാം, നിങ്ങളുടെ ജീവിതം സിനിമയാണ്. സിനിമയെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചേട്ടനും അറിയാവുന്ന കാര്യങ്ങൾ കുറെ കാണും. കാര്യം മുന്നിൽ കാണുന്ന കാര്യങ്ങൾ കുറെ കാണും. പറയണമെന്നില്ല. അല്ല, അങ്ങനെയല്ല. ഈ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയില്ല. പിന്നെ ഈ പറഞ്ഞാൽ ആരും അങ്ങനെ പീഡിപ്പിക്കാനും ബലാത്സംഗം ചെയ്യാനും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ പരസ്പരം ഒരു ചെയ്യുന്ന സമയത്ത് സന്തോഷവും അത് കഴിയുമ്പോൾ തെറിയില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ ചോദിക്കും നമ്മളൊക്കെ പെർഫെക്റ്റ് ആണ്. നമ്മളൊന്നും പെർഫെക്റ്റും ആയിരിക്കില്ല, ആരുമല്ല. ഞാൻ എന്റെ ഭാര്യ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്നും ഒരിക്കലും പെർഫെക്റ്റ് ഒന്നും അല്ല. സൗകര്യം കിട്ടി ആരാണ് ചാടാത്തത്? ചാടും, സ്വാഭാവികം. പിന്നെ അന്ന് സൂചിച്ചിട്ട് ഇന്ന് വന്നിട്ട് കിടന്ന് കറിഞ്ഞിട്ട് കൈയിട്ടടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ എന്റെ പേരിൽ ചിലപ്പോൾ വരി വഹിക്കുന്ന ആളെ അതൊന്നും നമുക്ക് അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. കാരണം വെച്ചാൽ സ്വാഭാവികമല്ലേ, നമ്മൾ മനുഷ്യരല്ലേ. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്ത് മറ്റേ സിനിമയിൽ പറയുമ്പോൾ വരുന്നെങ്കിലും ഫോട്ടോ കൊടുക്കത്തില്ലെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ഫോട്ടോ അല്ല, അതില്ല. എന്റെ പേരിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ കട്ടക്ക് ചോദിക്കാം, വന്ന് സൂചിച്ചിട്ടല്ലേ, അല്ല ചുമ്മാലല്ല. ഞാൻ ചേട്ടൻ നേരിടും, അത് കട്ടക്ക് നേരിടും. ക്യാമറയുടെ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ നേരിടും. ഞാൻ വന്നത് എന്റെ ഭാര്യ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് ആരെങ്കിലും അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവള് സൂചിച്ചിട്ടുണ്ട്. ഞാൻ പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്, എന്റെ നാക്കിന്റെ രുചി അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്റെ അടുത്ത് വന്നിട്ടുള്ളത്. അത് അങ്ങനെ ആസ്വദിച്ചിട്ടുള്ള ഒരാള് വന്ന് ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയും ചെയ്യും, എന്റെ നാക്കിന്റെ രുചി നീ അറിഞ്ഞിട്ടല്ലേ പോയെന്ന് ഞാൻ ചോദിക്കും. അല്ലാണ്ട് മറ്റേ ഇവരെ പോലെ ഒളിച്ചോടാനും പേടിച്ച് നിൽക്കുകയാണോ ഞാൻ എല്ലാ കട്ടയ്ക്കും ഒന്ന് പറയും. ചെയ്തിട്ടുണ്ടെങ്കിൽ അവളൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ പറയുകയും ചെയ്യും. അല്ലാണ്ട് ഞാൻ ഒരാൾക്ക് അവസരം വാഗ്ദാനം ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊരു പ്രലോഭനമോ അതിനൊന്നും പോയിട്ടില്ല. ഒരാളെ മേലെ കയറി പിടിക്കാനും പോയിട്ടില്ല. അപ്പൊ അങ്ങനൊക്കെ ഒന്ന് ധൈര്യമുണ്ട്. നിങ്ങൾ ഇത്രയും ആംബിയറോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആംബിയർ ഉണ്ട്. അത് മാത്രമല്ല ജെന്യൂൻ ആണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ അല്ലാത്ത ഒരാളിങ്ങനെ സംസാരിക്കില്ല, ഒരിക്കലും ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കത്തുമില്ല, പറയത്തുമില്ല. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തോടെ നമ്മൾ പോയിട്ടുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. ഞാൻ മറ്റേ മനുഷ്യനല്ലേ, സന്തോഷത്തോടെ പോയിട്ടുണ്ട്. അതെ അതെ, സന്തോഷത്തോടെ വിളിക്കുന്നവർ സന്തോഷത്തോടെ പോയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനല്ല, രണ്ട് പേടിച്ച് വിളിച്ചിട്ടുള്ളവരും പോയിട്ടുണ്ട്. അല്ലാതെ ഞാനൊരാണല്ലേ. അങ്ങനെ നമ്മളെ പറ്റി ഒരാളെ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ പറയാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പറയണം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, മാർക്കറ്റ് കളയാൻ ഞാനില്ല, എന്തൊക്കെ ചെയ്യുന്ന പിന്നല്ലാതെ അവര് സൂചിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതെങ്ങനെ നമ്മൾ പറയണം. അല്ല ചുമ്മാ വന്നിട്ട് ഇച്ചി മാണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അതെ, അതെന്ത് ചെയ്യുന്നോടെ പറയണം. നീ ഞാൻ പറഞ്ഞു കൊടുക്കും. അതാണ് അത് പറയണം, അത് പറഞ്ഞ ന്യായമാണ്. ഒരാൾ എന്തൊക്കെയാണ് നിങ്ങളെ ചെയ്യുന്നുള്ളത് പറയണമെന്നാണ് പുള്ളി പറയുന്നത്. ഒരാളെന്ന് പറയുന്നില്ല, ഷാലുപ്പയാണ്. എന്നാലും എനിക്ക് മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. അതെ, അല്ലാതെ പിന്നെ ചുമ്മാ ഇരുന്നിട്ട് ആൾക്കാർ പലതും തെറ്റ് ചെയ്യും. പിന്നെ എന്തായിരിക്കും ചെയ്യുന്നത് തെറ്റിദ്ധാരണ പറഞ്ഞു കൊടുത്താൽ അല്ല. അതാണ് അതറിയണം. എന്നിട്ട് ഡിമാൻഡ് ചെയ്യണം. ഡാൻ ബിൽസേർ എന്നിട്ട് ഒരാളുണ്ട്, ഞാൻ പണ്ട് അയാളെ മാത്രമാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളെ. അപ്പൊ എന്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചു, നീ എന്താ അയാൾ അത്ര വൃത്തിട്ടോ? ഞാൻ ഒന്ന് വൃത്തിട്ടോ
എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാണ്. അമ്മ പാറ്റേൺ അതാണ്. ചേട്ടന്റെ ഈ ഒരു നിലപാടാണ് പല സമയത്തും പലരുടെയും വിമർശനങ്ങൾ വരുന്നത്. അല്ല പക്ഷെ അത് നമുക്ക് നിലപാടുള്ള എപ്പോഴും നല്ലതാണ്, സ്വന്തം നിലപാട്. എനിക്കിപ്പോ ഞാൻ പറയുന്നത് എനിക്കൊരു ക്ലീൻ സിറ്റ്, നല്ല ഇമേജ്. എനിക്ക് ഞാൻ ഒരു കാര്യം, ഞാൻ നാളെ രാവിലെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് വന്ന ആളൊന്നുമല്ല. ഇവിടെ ഭൂമിയിൽ ജീവിച്ച് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് സന്തോഷിച്ച് പോകലാണ്. നമ്മൾ ഒരാളെ നിർബന്ധിച്ച് നമ്മളെ ട്രാക്കിലോട്ട് വലിച്ചു വെച്ച് അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് വരെ ഒരാൾക്കും ഒരു പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് പറയാം, ഇപ്പോൾ ധൈര്യമായിട്ട് പറയാം, ഒരു പെൺകുട്ടികൾക്ക് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് മിസ്യൂസ് ചെയ്തിട്ടില്ല, ഒരിക്കലും വിളിച്ചിട്ടുമില്ല. പക്ഷെ അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ല കേട്ടോ. ഇഷ്ടം പോലെ എനിക്കറിയാം, ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫർമാരുണ്ട്. അങ്ങനെ ഉണ്ടോ? ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫർമാരുണ്ട്. എന്റെ അടുത്ത് പല പെൺകുട്ടികളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം, എന്റെ പൊന്നു വെച്ചാൽ നീ പോയിട്ടല്ലേ, നീ പോയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ പക്ഷെ അതാരാന്നൊന്നും റിവീൽ ആവശ്യമില്ല. അല്ല, അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഒരുപാട് നമ്മൾ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പത്രത്തിൽ തന്നെ ഒരുപാട്. പക്ഷെ ജെന്യൂനായിട്ടുള്ള ആൾക്കാർ, താങ്കളെപ്പോലുള്ള ജെന്യൂനായിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് വൈറലായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ചേട്ടൻ്റെ അടുത്ത് തന്നെ ഇപ്പം ഞാനിപ്പോൾ ഈ ഇന്റർവ്യൂ എടുക്കാൻ വരാൻ മെയിൻ കാരണം തന്നെ പണ്ടുള്ള കോൺട്രവേഴ്സി ഒന്നുമല്ല. പക്ഷേ ഞാൻ എടുത്ത അമലിൻ്റെ ആ ഒരു ഫോട്ടോ എനിക്ക് ചേട്ടൻ അയച്ചു തന്നപ്പോൾ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂ എടുക്കണം എനിക്കൊരു ആഗ്രഹം തോന്നി. കാര്യം അത് എനിക്കൊന്ന് എത്രയോ മില്യനാണ്. ചേട്ടനെ മാത്രമല്ല, അത് ഓരോരുത്തർ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ആ വോയിസ് ഓവർ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. എടുത്തതുകൂടെ വന്നപ്പോഴത്തേക്കിനും അത് ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാലേ, ഇപ്പൊ എല്ലാ ആണുങ്ങളും പേടിച്ചേക്കാന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലി നോക്കണം. കാരണം ഇപ്പം എനിക്ക് 2 പ്രായപൂർത്തിയായ മക്കളാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് 10 വർഷം മുമ്പ് ചെയ്ത് വെച്ച കഥയൊക്കെ ആയിരിക്കും ഇപ്പൊ അവിടെ നിന്ന് കൊട്ടിഘോഷിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാൻ ഒറ്റ കാര്യം എന്ന് വെച്ചാലേ, അപ്പൊ ഇന്ന് നമ്മളെ മക്കളെ പ്രായപൂർത്തിയായ വലിയ ആൾക്കാരെ, അപ്പൊ അവരെ നമ്മളെ മുഖത്തൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ എന്റെ മക്കളെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞാനല്ല. ഞാൻ എപ്പോഴും പറയാം എന്റെ മക്കളടുത്ത്, നിങ്ങൾ ജാലിബേറിന്റെ മക്കൾ നല്ല അറിയപ്പെടുന്നത്, നിങ്ങളെ വ്യക്തിത്വത്തിൽ നിങ്ങൾ അറിയപ്പെടുന്നത്, അല്ലാതെ എന്നെ നോക്കിയിട്ടല്ല നിങ്ങൾക്ക് മാർക്ക് വേണ്ടത്, വ്യക്തിത്വം സ്വന്തമായിട്ട്. പിന്നല്ലാതെ ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഇപ്പൊ പെർഫെക്റ്റ് മാനാണെന്നൊന്നും പറയില്ല. എന്റെ ഭാര്യ എന്നെ എപ്പോഴും പറയും, അത്യാവശ്യം കോഴിത്തിരൊക്കെ ഉള്ള ഒരാള് മനുഷ്യരല്ലേ, നമുക്ക് കോഴിത്തിരൊക്കെ വേണമെന്നേ. അല്ലാതെ പിന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ദൈവമെങ്കിൽ പിന്നെ ഇതൊന്നും സൃഷ്ടിക്കണ്ടായിരുന്നല്ലേ. ഇപ്പൊ അടുത്ത കമന്റ് വരും, കോഴി ശാലുവെന്ന്. അല്ല, എനിക്ക് അതൊന്നും വിഷയമാണ്. അല്ല, ഞാൻ അവിടെ ഞാൻ എന്റെ നേരത്തെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു, ഞാൻ നല്ലൊരു പ്ലേയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ്. പറയുമ്പോഴേ അല്ല, ഞാൻ പറഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, എനിക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് എനിക്ക് ഇഷ്ടംപോലെ നടിമാരുടെ ഞാൻ വർക്കുന്നത്. ഒരു നടിമാരുടെ അടുത്ത് നമുക്ക് ഒരു കണക്കുമല്ല. കാരണം ഞാൻ അവരെ ആരും എടുക്കാനും പോയിട്ടില്ല, നമ്മളില്ലേ അവരെ ആരെടുത്തും അടുക്കാനും പോയിട്ടില്ല, അകലാനും പറ്റില്ല. നമ്മള് ജോലി ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതി ജോലി ചെയ്യുന്നത്, നമ്മള് ജോലി ചെയ്ത് നമ്മൾ വീട്ടിൽ പോകണം, നമ്മൾ എത്രയൊക്കെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അതായത് ഇപ്പൊ ഫോട്ടോ എടുത്തു കൊടുത്തതിനകത്ത് കുറെ ഇഷ്ടപ്പെട്ട നടിമാർ കാണുമല്ലോ. അങ്ങനെ എനിക്ക് ഒരു നടിമാരെടുത്ത് എനിക്ക് ഒരു ഇഷ്ടമില്ല. സീരിയസ്ലി പറഞ്ഞു, എനിക്ക് ഒരു നടിമാരെടുത്ത് ഒരു നടന്മാരെടുത്ത് എനിക്ക് ഒരു ഇഷ്ടമില്ല. എന്റെ ജോലിയാണ്. എന്റെ ഫ്രണ്ടിൽ ആര് വന്നാലും ഫേവറേറ്റ് ആയിട്ട് ആരും എനിക്ക് അങ്ങനെ ആരുമില്ല. എന്റെ ഫ്രണ്ടിൽ ആര് വന്നാലും എനിക്ക് അവർക്ക് എന്റെ നല്ലൊരു ക്ലയന്റാണ്, എന്റെ നല്ലൊരു കസ്റ്റമറാണ്. എന്റെ ജോലി അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുക എന്നുള്ളത്, അത് മനോഹരമാക്കി ചെയ്ത് കൊടുക്കുക, പോവുക. അല്ലാതെ എനിക്ക് അവരുടെ കൂടെ വലിയ കമ്മിറ്റ്മെന്റോ വലിയ കാര്യങ്ങളൊന്നും നടത്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടമില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ചേട്ടൻ ജോലി ചെയ്യുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് അല്ല അതിനപ്പുറം എനിക്കൊരു ദാനം എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് സീസൺ 5 അഖിൽ വന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞു അഖിൽ വിൻ ചെയ്യും. അഖിൽ പോകുന്നതിന് മുമ്പ് ചോദിച്ചു എന്ന് പറഞ്ഞു. നല്ല ഫ്രണ്ടാണ്. അതെ, അഖിൽ മറാർ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് അഖിലും ഒരു ഇപ്പൊ ഈ കഴിഞ്ഞ 6 കഴിഞ്ഞപ്പോൾ ഒരു കോൺട്രവേഴ്സിയിൽ വന്നു. അതിലും ചേട്ടൻ എന്തോ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അഖിൽ ഒരു വീഡിയോ ഇട്ടതിനകത്ത് പറയുന്നുണ്ട് അവിടെ പൈസ കൊടുക്കുന്നുണ്ട്, പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അഖിൽ പറയാറുണ്ട്. അതൊക്കെ അന്നേരം ചേട്ടൻ അന്നേരം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. അഖിൽ ആ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. സ്വാഭാവികം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കാണാത്ത കാര്യം ഞാൻ വന്നത് പറയാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർ മറ്റേ പബ്ലിക്കായിട്ട് മറ്റേ ലൈവ് ഇട്ടിട്ടല്ലല്ലോ വന്നിരുന്നിട്ട് നിങ്ങളൊന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ടല്ലേ.